നമസ്കാരം. നമ്മുടെ +2 സേ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ റിസൾട്ട് വന്ന ശേഷം കുറെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി കുട്ടികൾ നമ്മുടെ അടുത്ത് ഈ ഫോട്ടോ കോപ്പിയെ കുറിച്ച് ചോദിച്ചു. കാരണം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിനൊന്നും റിവാലുവേഷൻ ഇല്ല, സ്ക്രൂട്ടിനി ഇല്ല. കാരണം ഇതെല്ലാം ഡബിൾ വാല്യുവേഷൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളില്ല. പിന്നെ ഒരൊറ്റ കാര്യം, നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി എടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അത് തന്നെ. അത് നിങ്ങളുടെ വീട്ടിലോട്ടാണ് അത് അയച്ചു തരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂളിലോട്ട് അയച്ചു തരും. അപ്പൊ സ്കൂളിൽ ചെന്ന് കളക്ട് ചെയ്യണം. അതൊരു വലിയൊരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ പലരും ഇത് സ്കൂളിലെ അഡ്രസ്സിൽ വരും, ഈ കുട്ടികൾക്ക് ഇത് പിന്നെ കിട്ടത്തുപോലുമില്ല. കാരണം സ്കൂളിൽ ചിലപ്പം ഇത് മറന്നുപോയെന്നിരിക്കും, അവിടെ ഇരിക്കും. കാരണം അല്ലെങ്കിൽ നിങ്ങളത് വിളിക്കുമ്പോൾ നിങ്ങളെ കിട്ടിയില്ലെന്ന് ഇരിക്കും, പിന്നെ അവർ മറന്നുപോകും. അപ്പൊ അങ്ങനെ പലപ്പോഴും അങ്ങനെ ഒരു അബദ്ധം പറ്റുന്നുണ്ട്. ഫോട്ടോ കോപ്പി എടുത്ത് സ്കൂളിലെത്തും, ഇത് കുട്ടികൾ വാങ്ങാൻ ചെല്ലാറില്ല. കാരണം ഇത് തമ്മിൽ പിന്നെ അറിയാറില്ല, ഇത് അവിടെ എത്തിയെന്നുള്ള ഇത് കുട്ടികൾക്ക് അറിയാൻ വയ്യാതെ അത് അവിടെ ഇരിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ സ്കൂളിലായിട്ടാണ് വരുന്നതെങ്കിൽ, സ്കൂളിലെ അഡ്രസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് സ്കൂളുമായിട്ട് ബന്ധപ്പെടണം. ഒരു മാസത്തിനുള്ളിലൊക്കെ തൊട്ട് നിങ്ങൾക്ക് കിട്ടി തുടങ്ങാം. ഇതിന്റെ പ്രയോജനം ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയോജനം വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഇല്ല എന്നായിരിക്കത്തില്ല, പ്രയോജനം കുറവാണ്. കാരണം രണ്ടുപേര് വാല്യൂ ചെയ്ത കാര്യമാണ്. അപ്പൊ അതിനുള്ളിൽ ഇനി ഒത്തിരി മാർക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ 1 മാർക്ക് 2 മാർക്കിനൊക്കെ ഒത്തിരി പേര് ഫെയിൽ ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 36 വേണ്ട മാത്സിന്റെ മാർക്ക് 34 ആയവരും 35 ആയവരും ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഏതാ ഇതിന്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഒന്ന് നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്കൂളിലെ ടീച്ചറിനെ കൊണ്ട് തന്നെ നോക്കിക്കാം. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാ സ്കൂളിലെ ടീച്ചറിനെ വന്നിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം. 2, നിങ്ങൾ ആൻസർ കീ എടുക്കണം. ആൻസർ കീ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്, നമ്മുടെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ എക്സാമിന്റെ സേ എക്സാമിന്റെ ആൻസർ കീയുമായിട്ട് ഒത്തു നോക്കണം. ഒത്തു നോക്കി ഓരോ ക്വസ്റ്റ്യനും 1 മാർക്കൊക്കെ അത് മതിയല്ലോ. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടാണോ അത്. അതൊക്കെ ഞാൻ പറഞ്ഞു ചാൻസ് കുറവാണ്. കാരണം ഒരാൾ വാല്യൂ ചെയ്തു, മറ്റൊരാൾ വാല്യൂ ചെയ്തു. എപ്പോഴും ഈ ഡബിൾ വാല്യുവേഷനിൽ ഇത്തിരി നന്നായിട്ടായിരിക്കും ശ്രദ്ധിക്കുന്നത്. കാരണം ഞാനാണോ ഒന്ന് ആദ്യം വാല്യൂ ചെയ്തെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേറെ ആൾ നോക്കും എന്ന് എനിക്കറിയാം. അപ്പൊ അതിനനുസരിച്ചാണ് ഞാൻ ശ്രദ്ധിച്ചാണ് നോക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ തെറ്റി ആണെങ്കിൽ മറ്റേ ടീച്ചർ പറയും, അല്ലെങ്കിൽ മറ്റേ സാറ് പറയും, ഈ ക്വസ്റ്റ്യന് തെറ്റായിരുന്നു, പക്ഷെ നിങ്ങൾ ആൻസർ കൊടുത്തിരുന്നു. ഇല്ലെങ്കിൽ ശരിയായിട്ടായിട്ടും ആൻസർ കൊടുത്തു, മാർക്ക് കൊടുത്തില്ല. അപ്പൊ ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒന്ന് കറക്റ്റ് ആയിട്ടായിരിക്കും ഫസ്റ്റ് ടീച്ചർ നോക്കുന്നത്. സെക്കൻഡ് ടീച്ചറിന് പിന്നെ പണി ഇത്തിരി കുറവാണ്. കാരണം ഒരു ടീച്ചർ നോക്കിയ ശേഷമായതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. അപ്പം ഈ 2 പേരുടെ വാല്യുവേഷൻ വരുന്നത് കൊണ്ട് തന്നെയാണ് പിന്നെ ഇതിന്റെ മേളിൽ ഒരു പുതിയ മാർക്ക് കിട്ടാനുള്ള സാധ്യത എപ്പോഴും കുറയുന്നത്. അപ്പൊ ഒത്തിരി പേരൻസ് ആണെങ്കിലും എന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഫോട്ടോ കോപ്പി എടുത്ത് നോക്കി. കാരണം പലരും 1 മാർക്കിന് 2 മാർക്ക്, ഈ 1 മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ 1 ഇയർ നഷ്ടപ്പെട്ടതാ. എന്ന് പറഞ്ഞാൽ 1 മാർക്കിനാണ് 1 വർഷം നഷ്ടപ്പെടുന്നത്. എങ്കിൽ 2 മാർക്കിന്, ചെറിയ മാർക്കിന് ഭയങ്കര വിഷമമാണ്. വീട്ടിൽ അതിൻ്റെതായിട്ടുള്ള വിഷമം കുട്ടികൾ കാണിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അതിനൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് മറ്റൊരു കാരണം. കാരണം അതൊക്കെ ഭയങ്കര ഒരു നിർഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ 1 വർഷം നഷ്ടപ്പെടുന്നു, പിന്നെ നമുക്ക് ഇതൊന്നുകൂടെ പഠിച്ചില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു കോഴ്സിന് പോകാം. പക്ഷേ ഈ സീരിയസ്നെസ് നമുക്കൊരു 6 മാസത്തിന് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം സിമ്പിൾ ആയതിന്. ഇതെല്ലാ കുട്ടികൾക്കും അറിയാം. ഇപ്പം പലരും വിഷമിക്കുന്നുണ്ട്, ഇപ്പോഴിങ്ങനത്തെ ഒരു അവസ്ഥ വരേണ്ട ആവശ്യമില്ലായിരുന്നു, നമ്മൾ തന്നെ വരുത്തി വെച്ച പല കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പൊ ഈ അവസ്ഥയിൽ അല്ലെങ്കിൽ ഫെയിൽ ആയെന്നുള്ളതൊരു 90% കുട്ടികളും വിചാരിക്കുന്നുണ്ട്. പിന്നെ 10% പല കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷെ 90% കുട്ടികളും ഇത് കുട്ടികൾ വരുത്തി വെച്ചത് തന്നെയാണെന്നുള്ളത് അവർക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ആ സമയത്തിന് നിങ്ങൾ ഇനി അടുത്ത ആക്ഷൻ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെയും അടുത്ത വർഷത്തേത് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ വിഷമിച്ചിരിക്കുന്നത് ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിനുള്ള അടുത്ത പണി തുടങ്ങണം. അപ്പോൾ ഫോട്ടോ കോപ്പിയെ കുറിച്ച് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കോപ്പി എടുത്ത ശേഷം നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടീച്ചറിന് മുന്നിൽ കൊണ്ടുവരാം കേട്ടോ. സ്കൂളിലെ ടീച്ചർ തന്നെയാണെന്നില്ല, ഇത് അറിയാവുന്ന ഒരു ടീച്ചറിന്റെ മുന്നിൽ, മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അറിയാവുന്ന ഒരാളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇത് ഒത്തു നോക്കി ഫുൾ നോക്കി എവിടെയെങ്കിലും മാർക്ക് കിട്ടാനുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് അവരെ അറിയിക്കണം. അവരെ അറിയിച്ചിട്ട് വേണം പോകാൻ. കാരണം ഇത് അവിടുത്തെ ടീച്ചറും വേണമല്ലോ ഇത് നോക്കാൻ. അപ്പൊ അങ്ങനെ ഏത് ക്വസ്റ്റ്യനാണ്, ഇന്ന ക്വസ്റ്റ്യൻ ഇന്ന പാർട്ടാണ് എനിക്ക് കിട്ടാനുണ്ട്, എനിക്ക് തെറ്റിച്ചായിട്ടേന്ന്, പക്ഷെ അവിടെ കിട്ടാനുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കതിന് മാർക്ക് കിട്ടാനുള്ള വഴിയുണ്ട്. പക്ഷെ ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫോട്ടോ കോപ്പിയെ കുറിച്ചുള്ളത്. ഒത്തിരി കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത പരിപാടികൾ പലരും മിസ്സാക്കല്. നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യാം.
ഞാൻ എല്ലാം കൃത്യമായിട്ട് അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളെ അറിയിച്ചിരിക്കും. ഉടൻ അറിയിച്ച അടുത്ത പരിപാടികൾ നമുക്ക് തുടങ്ങേണ്ടതാണ്. ഇനി നമുക്ക് ഇംപ്രൂവ്മെന്റ് ഒക്ടോബറിലുള്ളതാണ്. അത് പല കുട്ടികൾക്ക് എഴുതാൻ പറ്റുമോ ഇല്ലെന്നുള്ളതാണ്. അതിന് ക്ലാരിഫിക്കേഷൻ കറക്റ്റായിട്ടൊന്ന് വരാനുണ്ട്. പഴയ രീതി കൂടെ ആണെങ്കിൽ അത് എഴുതാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ വർഷം എഴുതാൻ പറ്റും എന്നാണ് എൻ്റെ തോന്നൽ. അത് കൃത്യമായിട്ട് അറിയാൻ കുറച്ച് ദിവസങ്ങൾ ഒന്ന് വേണ്ടിവരും. എല്ലാവരും നമ്മുടെ മാക്സിമം ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഗുഡ് ബൈ.